നമസ്കാരം. ആയില്യ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2017 ആണ്ടിൽ നിയതമായിട്ടുള്ള പല വ്യവസ്ഥകളോടുകൂടി ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. ഒരു പക്ഷേ സഹപ്രവർത്തകരുടെയും മേലുദ്യോഗസ്ഥൻ്റെയും ജോലി കൂടി ചെയ്തു തീർക്കേണ്ടതായ സാഹചര്യങ്ങൾ സെപ്റ്റംബർ മാസം വരെ ഉണ്ടായിത്തീരുവാനുള്ള യോഗം കാണുന്നുണ്ട്. തന്മൂലം കുടുംബാംഗങ്ങളുടെ കാര്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കുകയില്ല എന്ന് മാത്രമല്ല, ഒരുപക്ഷെ മാസത്തിലൊരിക്കൽ വന്നു പോകുവാൻ തക്കവണ്ണം ദൂരദേശത്തേക്ക് ഉദ്യോഗമാറ്റം ഉണ്ടാകുവാനും യോഗം കാണുന്നുണ്ട്. സങ്കീർണമായിട്ടുള്ള പല വിധത്തിലുള്ള വിഷയങ്ങളെയും അഭിമുഖീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. വാഗ്വാദങ്ങളിൽ നിന്നും നിർബന്ധമായിട്ടും പിന്മാറേണ്ടതാണ്. ചർച്ചകൾ പൂർത്തീകരിക്കാൻ സാധിക്കാത്തത് വഴി പല വിധത്തിലുള്ള അവസരങ്ങളും നഷ്ടപ്പെടും. കഴിവും പ്രാപ്തിയും അറിവുമുണ്ടെങ്കിലും ഒരു കാര്യവും വേണ്ട വിധത്തിൽ അവതരിപ്പിക്കാൻ സാധിക്കാത്തത് വഴി ഉദ്യോഗത്തിലുള്ള അവസരം നഷ്ടപ്പെടും. വ്യാപാര വിപണന വിതരണ മേഖലയിൽ മാന്ദ്യം അനുഭവപ്പെടുന്നത് വഴി ചില കർമ്മ പദ്ധതികൾ ഒഴിവാക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. സാമ്പത്തികമായിട്ടുള്ള വിഭാഗത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ വേണ്ടി വരുവാനുള്ള യോഗമുണ്ട്. വിദേശത്ത് താമസിക്കുന്നവർക്ക് ഒരുപക്ഷെ ഈ സാമ്പത്തികമായിട്ടുള്ള വിഭാഗത്തിൻ്റെ നിയന്ത്രണത്തിൻ്റെ ഭാഗമായി കുടുംബാംഗങ്ങളെ ജന്മനാട്ടിൽ താമസിപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. സാമ്പത്തിക വിഷയത്തിൽ വളരെ ശ്രദ്ധ നിർബന്ധമായിട്ടും വേണ്ടതാണ്. പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും സ്വന്തം ഉത്തരവാദിത്വങ്ങൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്നതും അബദ്ധമായിത്തീരും. പല ദിവസങ്ങളിലും അഹോരാത്രം പ്രവർത്തിച്ചാലും സാമ്പത്തികമായിട്ടുള്ള നേട്ടം കുറയുവാനാണ് യോഗമുള്ളത്. സാഹസ പ്രവൃത്തികളിൽ നിന്നും പിന്മാറണം. നിരവധി കാര്യങ്ങൾ പലപ്പോഴും അഹോരാത്രം പ്രവർത്തിച്ച് ലക്ഷ്യപ്രാപ്തിക്ക് എത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. മാനസികമായിട്ടുള്ള വിഭ്രാന്തി വർദ്ധിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട്. വ്യാപാരത്തിൽ മാന്ദ്യം അനുഭവപ്പെടും. ബന്ധുമിത്രാദികൾ പല വിധത്തിലുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. വ്യവസ്ഥകൾ പാലിക്കുവാൻ വിദഗ്ധമായുള്ള നിർദ്ദേശം സ്വീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിച്ച പോലെ അവതരിപ്പിക്കുവാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും. പരീക്ഷ, ഇൻ്റർവ്യൂ, സന്ധി സംഭാഷണം മുതലായവയിലൊക്കെ തന്നെ പരാജയമുണ്ടാകുവാനുള്ള യോഗം കാണുന്നുണ്ട്. പദ്ധതി സമർപ്പണം, പരീക്ഷ നിരീക്ഷണങ്ങൾ തുടങ്ങിയവയിലൊക്കെ തന്നെ പരാജയമുണ്ടാകുന്നത് വഴി അർഹമായിട്ടുള്ള വിധത്തിലുള്ള സ്ഥാനമാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും. കാർഷികമായിട്ടുള്ള മേഖലകളിൽ കാലാവസ്ഥയിലെ വ്യതിയാനത്താൽ പരാജയമുണ്ടാകുവാനും നഷ്ടകഷ്ടങ്ങൾ ഉണ്ടാകുവാനുള്ള യോഗമുള്ളതിനാൽ വ്യാപാര വ്യവസായം, കാർഷികമായിട്ടുള്ള മേഖലകളിൽ തുടങ്ങിയവയിലൊക്കെ തന്നെ സെപ്റ്റംബർ മാസം വരെ ഒരു പരിധിയിലധികം പണം മുതൽ മുടക്കിയുള്ള പ്രവൃത്തികളിൽ നിന്നും പിന്മാറുന്നത് നന്നായിരിക്കും. സാമ്പത്തികമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും വേണ്ടപ്പെട്ടവർ, അനുഭവജ്ഞാനമുള്ളവർ നിർദ്ദേശിക്കുന്നത് അനുസരിക്കുകയും ഈശ്വര പ്രാർത്ഥനകളോടുകൂടിയതായിട്ടുള്ള സമീപനം സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്നത് ഒരു പരിധിവരെ ഈ 2017 ആണ്ടിൽ ആയില്യ നക്ഷത്രക്കാർക്ക് അബദ്ധങ്ങളെയും അതിജീവിക്കുവാൻ ഉപകരിക്കും. എന്നാൽ 2017 ആണ്ട് സെപ്റ്റംബർ മുതൽ ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുവാനും 2018 സെപ്റ്റംബർ മാസം മുതൽ ആദായം വന്നു തുടങ്ങുവാനുള്ള യോഗമുണ്ട്. ഒരു ക്രമാനുഗതമായിട്ടുള്ള പുരോഗതിയോട് കൂടിയതായിട്ടുള്ള പണം ഒരു പരിധിയിലധികം മുതൽ മുടക്കാത്തതായിട്ടുള്ള പ്രവൃത്തി മണ്ഡലങ്ങളിൽ ഏർപ്പെടുന്നത് 2018 ആണ്ടിൽ ഫലപ്രാപ്തി കൊണ്ടു തുടങ്ങുവാനുള്ള അങ്ങനെയുള്ള പ്രവർത്തന മണ്ഡലങ്ങളിൽ ഏർപ്പെടുവാവുന്നതും ആണ്. ഏതൊരു കാര്യത്തെയും വളരെ ആത്മസംയമനത്തോടു കൂടിയതായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്നത് ആയില്യ നക്ഷത്രക്കാർക്ക് 2017 ആണ്ടിൽ ഫലപ്രാപ്തി നേടും. സാഹസ പ്രവൃത്തികളിൽ നിന്നും പിന്മാറേണ്ടതാണ്. ബന്ധുമിത്രാദികളുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കുകയില്ല. കുടുംബത്തിൽ നിന്നും വിട്ടുനിന്ന് ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. ആഗ്രഹിക്കുന്ന വിദേശയാത്രയ്ക്ക് സാങ്കേതികമായിട്ടുള്ള തടസ്സങ്ങൾ അനുഭവപ്പെടും. എന്നാൽ വിദേശത്ത് ഉദ്യോഗ അനുമതിയോടുകൂടിയതായിട്ടുള്ള വിദേശയാത്ര സഫലമാകുവാനുള്ള യോഗം കാണുന്നുണ്ട്. ഭക്ഷണ ക്രമീകരണങ്ങളിലുള്ള അപാകതകൾ, അസ്വാസ്ഥ്യം അനുഭവപ്പെടുവാനും നിയന്ത്രണത്തോടു കൂടിയതായിട്ടുള്ള സമീപനത്തോടു കൂടിയതായിട്ടുള്ള ഭക്ഷണ ക്രമീകരണത്തോടു കൂടിയതായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്നത് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലെ അനിഷ്ടാവസ്ഥകളെ പരിഹരിക്കുവാനും
ആയില്യം നക്ഷത്രക്കാർക്ക് 2017 യോഗം കാണുന്നുണ്ട്. നമസ്കാരം.